ഹായ് അപ്പം ഇന്ന് ഗൈസ് അപ്പം നമുക്കിന്ന് ഫുൾ വർക്കൗട്ടാണ്. അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വർക്കൗട്ട് തുടങ്ങുന്നത് മുതൽ കഴിയുന്നത് വരെ എത്ര സമയം എടുക്കുമെന്ന് നോക്കാൻ പോവുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ ഓരോ വർക്കൗട്ടിനും എത്ര സമയം എടുക്കുന്നുണ്ട് നമ്മൾ നോക്കാൻ പോവുക. അതായത് വാമപ്പ് മുതൽ സ്ട്രെച്ചിങ് അടക്കം വർക്കൗട്ടും എല്ലാം നമ്മൾ നോക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ 2 മിനിറ്റ് റെസ്റ്റും കൂടി ഉണ്ട്. അപ്പം ചെറിയ രീതിക്ക് ലേറ്റായി നമുക്ക് വേഗം ജിമ്മിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, ഇപ്പം സമയം 4:21. സോ നമ്മൾ വർക്കൗട്ടല്ല, വാമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. വാമ്പ് എന്തായാലും കാണിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ വാമ്പിന് എക്സ്ട്രാ 10 മിനിറ്റ് വേണ്ടി വരും. അതുപോലെ തന്നെ സ്ട്രെച്ചിങ് കാണിക്കുന്നില്ല. സമയം ഇപ്പം 4:30, നമ്മൾ 4:21 എത്തി. ഇപ്പം 4:30 വാമ്പും നേരം തിരിച്ചു പിന്നെ വേഗം വർക്കൗട്ടിലേക്ക് കിടക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. നമ്മളെ ഫസ്റ്റ് വർക്കൗട്ട് പുള്ളപ്പ് ചെയ്യാൻ പോണ്. ഇത് നമ്മൾ വർക്കൗട്ടായിട്ട് തന്നെ എടുത്തു. അപ്പോൾ 4:31 സമയം നമുക്ക് ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. ഇത് 12 സെറ്റ് പോകാറില്ല, പക്ഷെ ആവുന്നത്ര എടുക്കും. രണ്ടാമത്തെ വർക്കൗട്ട്. അപ്പം എത്ര എണ്ണം പോകുന്ന നോക്കാം. കഴിഞ്ഞാൽ നമുക്ക് 5, 6, 7 അടുത്തു. പക്ഷെ പിന്നെ എത്ര നോക്കുക, അല്ല ഇപ്പം ഇതിൻ്റെ സെക്കൻഡ് സെറ്റിൽ എത്ര പോകും നോക്കാം. ഓക്കെ, നാലെണ്ണേ ഉള്ളൂ. പുള്ളപ്പ് എടുക്കാത്തതിൻ്റെ എല്ലാം ഇതുകൊണ്ട് നമുക്ക് 2 മിനിറ്റ് റെസ്റ്റ് ഉണ്ട്. ഇപ്പം സമയം 4:34. ഓക്കെ, ഇപ്പം സമയം 4:36. നമ്മുടെ 2 മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞു. അപ്പം നമുക്ക് മൂന്നാമത്തെ സെറ്റ് ഇരിക്കാം. ഓക്കെ, മൂന്നാമത്തെ സെറ്റ് ഇതിലും കുറവായിരിക്കും ചിലപ്പോൾ പോവാം, പക്ഷെ നമ്മൾ ഒന്നെങ്കിലും അധികം എടുക്കാൻ നോക്കും. ഓക്കെ, നാലെണ്ണം തികച്ചും പോയില്ല. അത്രക്കും നമുക്ക് പുള്ളപ്പ് പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പറ്റാത്ത സാധനം ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടും. എങ്ങനെയാലും കിട്ടിച്ചേ പറ്റും. പക്ഷെ അതിൻ്റെ പകരമായിട്ട് ഒന്നുകൂടി എടുത്തു നോക്കാം. 2 പോകുന്നില്ല. സോ അടുത്ത 2 മിനിറ്റ് റെസ്റ്റ്. ഇതിൻ്റെ ലാസ്റ്റ് വർക്കൗട്ട് ആയത്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ടിൻ്റെ റെസ്റ്റ് ലൈനിൽ ഇനി 4ാമത്തെ വർക്കൗട്ടിലേക്ക് പോകണം. ഏകദേശം സമയമാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം, ഒരു സിപ്പ് എടുക്കാം. ഓക്കെ, ചെറുതായിട്ട് വെള്ളം കുടിക്കുമല്ലോ. ഏകദേശം ടൈമായി, നമുക്ക് തുടങ്ങാം. ഓക്കെ, ഒട്ടും പോകുന്നില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും. എങ്ങനെയും നമ്മളെ ബോഡി സമ്മതിക്കുന്നില്ല. ഞാൻ അത്യാവശ്യം ഒരു 10 പുള്ളപ്പിൻ്റെ അടുത്ത് എടുക്കായിരുന്നു, പക്ഷെ ഇപ്പം പോകുന്നില്ല. നമുക്ക് എന്തായാലും റെഡിയാക്കിയേ പറ്റൂ. നമ്മൾ ഇതിനെക്കാട്ടും കൂടുതൽ പോയിപ്പിക്കും. ഈ വർക്കൗട്ട് ഇവിടെ മതിയാക്കാം. നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, സമയം 4:42. അപ്പം നമുക്ക് വേഗം ടവൽ വിരിച്ചിട്ട് ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
സോ നമുക്ക് ഈ T-bar മെഷീൻ്റെ ഫസ്റ്റ്, അതായത് ഇതിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് തീർക്കാൻ നമുക്ക് 40 സെക്കൻഡാണ് എടുത്തത്. സോ 2 മിനിറ്റ് റെസ്റ്റും കൂടെ വെക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ ഒരു 12-15 റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 40 സെക്കൻഡ് എടുക്കുന്നത്. ഇനി സെക്കൻഡ് സെറ്റ് അടിക്കാം. ഓക്കെ, ടൈമർ സെറ്റ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് ആവുന്നത്ര അടിക്കും, കൗണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. Four, 5, സോ സെക്കൻഡ് സെറ്റിൽ നമുക്ക് 36 സെക്കൻഡ്. ഓക്കെ, പക്ഷേ ഇടാം. തിരക്ക് കൂട്ടുന്നില്ല എന്തായാലും. കാരണം തിരക്കൂട്ട് കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ കറക്റ്റ് 2 മിനിറ്റ് റെസ്റ്റ് എടുത്താണ് കളിക്കുന്നത്. സോ വർക്കൗട്ട് മാറുമ്പോൾ പിന്നെ ട്രൈപോഡ് സെറ്റാക്കാനും വേറെ സമയം വേണ്ടി വരും. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു റെസ്റ്റും കിട്ടുന്നുണ്ട്. ഓക്കെ, 4:48. സോ നമ്മൾ മൂന്നാമത്തെ സെറ്റ് അടിക്കുമ്പോൾ ഒരു 5 കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പം 15 ആയിപ്പോൾ. 2, 3, 4, 5, 6, 7. നമ്മൾ മൂന്നാമത്തെ സെറ്റിനെടുത്തത് 40 സെക്കൻഡ്. ഓക്കെ, 4:51. അപ്പം നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് വർക്കൗട്ട് തീർക്കാം. നാൽപ്പത്തഞ്ച് സെക്കൻഡ്. സോ നമുക്ക് ലാസ്റ്റ് വർക്കൗട്ട് വെക്കാം. 45 സെക്കൻഡ് എടുത്ത് അതിന് മുമ്പേ നമുക്ക് വെയിറ്റ് വരും. ഫേസ് പുള്ളിൻ്റെ ഓക്കെ. ഇത് നമ്മളിനി 3 വർക്കൗട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതിന് മുമ്പത്തെ ഫസ്റ്റ് നമ്മളെ T-bar നമ്മൾ 4 ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, സമയം ഇപ്പോൾ 5 മണി. ഓക്കെ, സ്പീഡാക്കി, പക്ഷെ പ്രശ്നമില്ല. 5:21 വന്നവർ നമ്മൾ ഇപ്പം സമയം 5 മണി കഴിഞ്ഞു.
5:02 ഇപ്പം 40-41 മിനിറ്റിൽ ഏകദേശം 40-41 മിനിറ്റായി. അപ്പം ഈ മിനിറ്റിൽ നമ്മൾ മൂന്നാമത്തെ വർക്കൗട്ടും തീർക്കാൻ പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് നമ്മളെ മൂന്നാമത്തെ വർക്കൗട്ടിൻ്റെ ലാസ്റ്റ് വർക്കൗട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. നാലോരത്തിൽ തിരക്കിട്ട് കളിക്കുന്നില്ല, പക്ഷേ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് കളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ടൈമർ ഏകദേശം ആവാനായി. ഓക്കെ, നമ്മളിതിൻ്റെ ലാസ്റ്റ് വർക്കൗട്ട്. ലെറ്റ്സ് ഗോ. സോ സമയം 5:06. നമ്മൾ ഈ വർക്കൗട്ട് തീർത്ത്. അപ്പോൾ 3 വർക്കൗട്ട് നമുക്ക് ഓൾറെഡി കഴിഞ്ഞ്. ഇനി 4ാമത്തെ വർക്കൗട്ട്. ലെറ്റ്സ് ഗോ. പെട്ടെന്ന് തന്നെ സീറ്റഡ് തുടങ്ങാം, കാരണം വെച്ചാൽ 2 പിള്ളേരുണ്ട് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ 44 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഫസ്റ്റ് വർക്കൗട്ട്. സമയം 5:10. അപ്പം ഈ വർക്കൗട്ടിൻ്റെ സെക്കൻഡ് സെറ്റ് അടിക്കാൻ പോകാം നമ്മൾ. സോ വെയിറ്റ് നമ്മൾ 45 ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് പോകാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇപ്പം ജസ്റ്റ് 5 സെറ്റും കൂടെ എക്സ്ട്രാ അടിച്ചിട്ടുണ്ട്. ഓക്കെ, സമയം 5:11. സോ അതിൻ്റെ ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്യാൻ 2 പിള്ളേരും കൂടെ വന്നു. അപ്പം ആ സമയം നമുക്ക് വിട്ടുകൊടുക്കണം, കാരണം നമുക്ക് മാത്രം വർക്കൗട്ട് ചെയ്താൽ പോരല്ലോ. അപ്പം അവർക്കും കൂടെ വർക്കൗട്ട് ചെയ്യണം. അപ്പം സമയം 5:15 അടുത്ത് പോകാൻ നിൽക്കുന്നത്. സോ നമ്മൾ കതച്ച് നിൽക്കുക. സോ 2 മിനിറ്റ് റെസ്റ്റ്. ലെറ്റ്സ് ഗോ. നമ്മളെല്ലാവർക്കും കഴിയും. ഇനി നമുക്ക് 2 ബൈസെപ്സും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യാം. നമുക്ക് ഇനിയുള്ള വർക്കൗട്ടെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ബാർ പിന്നെ ഹാമർ കേളും. അപ്പം അത് 2 ചെയ്യാൻ. സോ അത് ഇപ്പോൾ സമയം 5:18. ഇനി എത്ര സമയം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും നോക്കാം. ഓക്കെ, നമ്മളെടുത്തിട്ടുള്ള വെയിറ്റ് 15.
ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും വേർത്തെ വിളിച്ച് ഫുള്ള്. സമയം 5:20. അങ്ങനെ 5:23 ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് വർക്കൗട്ടും കൂടെ കഴിഞ്ഞു. അതായത് ഈ ബാറിൻ്റെ സെക്കൻഡ് വർക്കൗട്ടും കൂടെ കഴിഞ്ഞു. അതിന് 2 വർക്കൗട്ടും കൂടെ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഹാമർ ചെയ്യാം. അപ്പം സമയം 5:26. അപ്പം നമ്മൾ വർക്കൗട്ട് തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. സമയം ഇപ്പം 5:28. അപ്പം നമ്മൾ അടുത്ത വർക്കൗട്ട് ഹാമർക്കുള്ള റോപ്പിൽ ചെയ്യാം. സോ ഇപ്പോൾ സമയം 5:30. അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറും 9 മിനിറ്റും ആയി. ഓക്കെ, സോ നമുക്കിനി ഒരു വർക്കൗട്ട്, ലാസ്റ്റ് വർക്കൗട്ടും കൂടി ഉണ്ട്. അത് നമ്മുടെ ഹാമർക്കുകളാണ്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ ഹാമർക്കറിൻ്റെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞ് സെക്കൻഡ് സെറ്റ് 2 മിനിറ്റ് ഫസ്റ്റ് എടുക്കാം. ലെറ്റ്സ് ഗോ. റെസ്റ്റ് എടുക്കാം. അടുത്ത വർക്കൗട്ട്, അത് എല്ലാ വർക്കൗട്ടിൻ്റെ ലാസ്റ്റ് വർക്കൗട്ടാണ്. അതായത് നമ്മളെ ഹാമർക്കുള്ള ലാസ്റ്റ് സെറ്റ്. സമയം 5:36. അപ്പം നമ്മളെ ലാസ്റ്റ് സെറ്റ് നമ്മൾ തീർക്കാൻ പോവാം.
എക്സ്ട്രാ അതെ 5 സെറ്റും കൂടെ പോകും. പോയിക്കോ. അമ്മ ഇപ്പം 5:36. സോ നമ്മളെ വർക്കൗട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സ്ട്രെച്ചിങ് കൂടെ കഴിഞ്ഞിട്ട് എത്ര മണിക്ക് വീട്ടിലെത്തി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പം നമ്മൾ 4:21 വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. കറക്റ്റ് 5:44 നമ്മളെ വർക്കൗട്ട് കഴിഞ്ഞു. അപ്പം 1 മണിക്കൂറും 23 മിനിറ്റുമാണ് നമ്മൾ വർക്കൗട്ടിന് വേണ്ടി എടുത്തത്. അതിൽ നമുക്ക് ട്രൈപോഡ് സെറ്റ് ചെയ്യാൻ അങ്ങനത്തെ ചില പിന്നെ റെസ്റ്റിംഗ് ടൈം അതൊക്കെ കൂട്ടിയിട്ടാണ് ഇത്ര ആയത്. സോ നമ്മൾ പതുക്കെ ചെയ്തിരുന്നുള്ളൂ, തിരക്കിട്ട് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്ര സമയം എടുത്തു. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് എത്താനെടുത്ത സമയം എന്ന് വെച്ചാൽ 4:11 നമ്മൾ ഇവിടെ ഇറങ്ങി. കറക്റ്റ് 5:50 നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പം 1 മണിക്കൂറും 39 മിനിറ്റും എടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ഫിനിഷ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചെത്താൻ. ഓക്കെ, അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. സോ ബൈ.